റണ്ണേഴ്സ്, അത്ലീറ്റ്സ്, എസ്പെഷ്യലി സ്പോർട്സിലുള്ള ആൾക്കാരൊക്കെ ഞാൻ എപ്പോഴും പറയുന്ന ഒരു സംഗതിയാണ് ഹിപ്പ് മൊബിലിറ്റി എന്ന്. എന്തൊരു പെയിനും ആംഗിൾ ആയിക്കോട്ടെ, നീ ആയിക്കോട്ടെ, നീന്റെ മീഡിയൽ ആസ്പെക്ട്, ലാറ്ററൽ ആസ്പെക്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ ചിലപ്പോൾ അത് കറക്റ്റ് ആയിട്ട് ആ ടെൻഡൻ സ്ട്രെയിൻ അല്ലെങ്കിൽ ഹാംസ്ട്രിങ് പുൾ ഇടയ്ക്കിടയ്ക്ക് വരാം, അല്ലെങ്കിൽ കാഫ് പുൾ ഇടയ്ക്കിടയ്ക്ക് വരാം. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെങ്കിൽ ആ ഹിപ്പ് മൊബിലിറ്റി അസസ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം ചിലപ്പോൾ കാഫ് പുള്ള് വരുന്നത് നമ്മുടെ മിനറൽസ് കാര്യങ്ങളൊക്കെ കുറെ വേറെ ടയർ വന്നു, നമ്മൾ ക്ഷീണിച്ചു, മിനറൽസും ബോഡിയിൽ നിന്ന് പോയി, നമ്മളത് കറക്റ്റായിട്ട് സബ്സിക്വന്റ്ലി നമ്മൾ ചെയ്തിട്ടില്ല, എന്താകുമ്പോൾ കാഫ് പുൾസ് വരും. അതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇലക്ട്രോലൈറ്റും കാര്യങ്ങളൊക്കെ കഴിച്ചു കഴിയുമ്പോൾ നമുക്കത് കുറഞ്ഞു പോകേണ്ടതാണ്. പക്ഷെ ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇന്റൻസിറ്റി കൂട്ടുന്ന അനുസരിച്ചിട്ട് നമുക്ക് കാഫ് പുള്ളും അല്ലെങ്കിൽ ഹാംസ്ട്രിങ് പുള്ളും അല്ലെങ്കിൽ ആംഗിൾ പെയിൻ ഒക്കെ വരുന്നുണ്ടെങ്കിൽ ദെൻ യു ഡെഫിനറ്റ്ലി ഹാവ് ടു സ്പോർട്സിൽ, എസ്പെഷ്യലി സ്പോർട്സിലുള്ള ആൾക്കാർ ഡെഫിനറ്റ്ലി ഹാവ് ടു ലുക്ക് ഇൻ ടു ദി ഹിപ്പ് മൊബിലിറ്റി അല്ലെങ്കിൽ ഹിപ്പ് അലൈൻമെന്റ്. ഇതായിരിക്കും അതിൻ്റെ ഒരു ട്രിഗറിങ് ഫാക്ടർ. അത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ബാക്കി പെയിൻ മാനേജ്മെന്റിലോട്ട് കിടക്കുന്നതായിരിക്കും ഐ തിങ്ക് റൂട്ട് കോസ് മാനേജ്മെന്റ് ആവുന്നത്.